പച്ചക്കറികളിൽ ഒരുപാട് പോഷകങ്ങളുള്ള ഒന്നാണ് നമ്മുടെ പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക എന്ന് പറയുന്നത് അല്ലേ. അത് കഴിക്കാൻ മിക്കവർക്കും തന്നെ ഇഷ്ടമില്ലാത്ത ഒന്നാണ്. നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ, ഒരുപാട് വിറ്റാമിനുകളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് പാവയ്ക്ക. പക്ഷേ അതിൻ്റെ കയ്പ്പ് രസം കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒന്നാണ്. പാവയ്ക്ക ജ്യൂസ് ആയാലും പാവയ്ക്ക തീയൽ അല്ലെങ്കിൽ പാവയ്ക്ക തോരൻ, മെഴുക്കുവരട്ടി ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ആ പാത്രം കുറച്ച് തള്ളി വയ്ക്കും ചോറിൻ്റെ അടുത്തുനിന്ന്. കാരണം ഇതിൻ്റെ കയ്പ്പ് രസം കൊണ്ടാണ്. പക്ഷേ ആ ഒരു കയ്പ്പ് രസം കുറഞ്ഞു കഴിഞ്ഞാൽ ആ കറി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് പാവയ്ക്ക. അപ്പം ഈ പാവയ്ക്കയുടെ ചെറിയ ചെറിയ ഒരു പൊടിക്കൈകളാണ്. പാവയ്ക്കയുടെ കയ്പ്പ് കുറച്ചിട്ട് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കറികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പൊടിക്കൈകൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് പൊടിക്കൈകളുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്ത് വയ്ക്കാം, മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത്, വിനാഗിരി, തൈര്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്ത് കുറച്ച് സമയത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ്പ് ഒരു 80% കുറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കുക.